പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ദേവബാലയുടെ ഈ അവസ്ഥ കണ്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന ദേവരാജൻ ഇതിന് കാരണം മറ്റാരുമല്ല പ്രമീളയാണ് എന്ന് പറയുകയാണ്. നീ മനസ്സ് വെച്ചിരുന്നു എങ്കിൽ എൻ്റെ മകളുടെ ജീവിതം തകരില്ലായിരുന്നു. ഈ തകർച്ചയ്ക്ക് കാരണം നീ തന്നെയാണ്. ഒരിക്കലും അത് മറക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ എന്തു ചെയ്തുവെന്ന മാഷ് പറയുന്നേ? നീ കാരണമല്ലേ അബി ഇഷയുടെ കൂടെ പോയത്? അതോ അത് അവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. അതിൽ യാതൊരു തെറ്റുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ കിടന്ന് അവൻ അത്രയധികം കഷ്ടപ്പെട്ടു. നിങ്ങളവനെ കഷ്ടപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെയ്തത് ശരി തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതോടെ ദേവബാല ആകെ മാനസിക വിഭ്രാന്തി കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന ദേവരാജൻ ഉടൻ തന്നെ വൈദ്യരെ ഫോൺ ചെയ്യുന്നു. വൈദ്യരെ, കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ദേവബാലയെ ഇപ്പോൾ നോക്കുന്നതിനായി ഒന്ന് വരണം. അബി ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. ഇത് കേൾക്കുന്ന വൈദ്യർ, ഞാൻ പറഞ്ഞതല്ലേ അബിയുടെ കാര്യം. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, നോക്കട്ടെ ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. ഇതേ സമയം ഇഷയുടെ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് നാളുകൾക്ക് ശേഷം ശുദ്ധവായു ശ്വസിക്കുകയാണ് ഇപ്പോൾ അബി. എത്ര നാളായി ഞാനിങ്ങനെ ആ റൂമിന് പുറത്തെ വെളിച്ചമൊന്ന് കണ്ടിട്ട്. ഇഷ, വീർപ്പുമുട്ടി ജീവിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോഴാണ് ജീവിതത്തിൽ ഇത്തിരി ആശ്വാസം ലഭിച്ചത്. എന്നെ നീ രക്ഷിക്കാൻ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എന്നേക്കുമായി തകർന്നു പോയേനെ. ഇത് കേട്ട് ഇഷ, പേടിക്കണ്ട, ഇനിയെന്നും ഞാനുണ്ടാവും കൂടെ, അതിൽ ഒരു സംശയവുമില്ല. അബിയെ ഉപേക്ഷിച്ച് ഞാൻ എവിടേക്കും പോകാനും ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായോ അബി? നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കും. ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ജയരാമൻ ഇപ്പോൾ കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.